ഹലോ കൂട്ടുകാരെ, ഗുഡ് ഈവനിങ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വൈകുന്നേരമാണല്ലോ, അപ്പോൾ എൻ്റെ കുഞ്ഞടുക്കളയിലോട്ട് പോവുകയാണ്. ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്, ഒരേ സമയം ഒരുപാട് പേരുടെ പല ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു സ്ഥലം ഈ അടുക്കളയാണ്. കാര്യം ഇവിടെ പലർക്കും പല ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങളനുസരിച്ചാണ് അടുക്കളയിലെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഈ ആദ്യം കാണിക്കുന്ന പൊന്നൂസിൻ്റെ ഇഷ്ടമാണ് അവിൽ. പൊന്നൂസിന് ട്യൂഷന് പോകാൻ വേണ്ടി അവിൽ കുതുക്കുകയാണ്, ശർക്കരയൊക്കെ ഇട്ട് നല്ല അവിൽ. അങ്ങനെ ആ പൊന്നൂസിൻ്റെ ഈ ഇഷ്ടമല്ല ജാനിക്കുട്ടി അവിൽ കഴിക്കാറേ ഇല്ല. അതിന് പകരം ജാനിക്കുട്ടിക്ക് വേണ്ടി അവിൽ വെച്ച് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. അത് ആ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ അവിലൊക്കെ എടുത്തു. പിന്നെ ശർക്കര ഇട്ട അവിലാണ് ഇച്ചിരിയും കൂടെ ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ പൊന്നൂസിന് വേണ്ടി ശർക്കരയൊക്കെ ചേകിയിട്ട് പൊന്നൂസ് വന്നു. മുറ്റത്തായിരുന്നു, കളിക്കാനായിരുന്നു. കളിയെല്ലാം കഴിഞ്ഞിട്ട് ആൾ കയറി വന്നിട്ടുണ്ട്. അങ്ങനെ അവിലുള്ള കാര്യം ശർക്കരയൊക്കെ ചീകിയിടുകയാണ്. അതിൻ്റെ ഇടയിൽ പനിയുണ്ട്, തൊണ്ടയ്ക്കൊക്കെ ഒരു സൗണ്ടെല്ലാം ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. അങ്ങനെ ശർക്കര ഇട്ടിങ്ങനെ അവിലെടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഓർത്ത്, അയ്യോ കാപ്പിക്ക് ഇച്ചിരി വെള്ളം വെച്ചാലോ കട്ടൻ ചായയ്ക്ക്. അങ്ങനെ അത് ഓടിച്ചെന്ന് പിന്നെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴത്തേനും ഈ ശർക്കര തിന്നെ ഇടയ്ക്ക് ജാനിക്കുട്ടി വരുന്നുണ്ട്, ഞാൻ ആ ഭാഗം കാണിക്കുന്നില്ല. അങ്ങനെ ശർക്കരയൊക്കെ ചിരകിയിട്ട് നല്ലൊരു അവിലുണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചത്. പിന്നെ ഞാൻ പോയി ഇച്ചിരി കാപ്പിക്കുള്ള വെള്ളം എടുത്തുകൊണ്ട് വന്നു വെച്ചു. എന്നിട്ട് വിചാരിച്ചു കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടാവാം ഇനി ബാക്കി അവിലിൻ്റെ പരിപാടി. കാര്യം അവിലിൻ്റെ ചെയ്തു വരുമ്പോഴത്തേന് കാപ്പിയും ആവുമല്ലോ, പിന്നെ തേങ്ങ തിരക്കണം. അങ്ങനെ അവിലിനകത്തിടാനുള്ള തേങ്ങയും ഞാൻ നല്ലപോലെ കുറച്ച് അധികം തേങ്ങ ഇടാറില്ല. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തൊണ്ടയ്ക്കെങ്ങാനും എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടായാലോ എന്ന് വിചാരിച്ച് അധികം തേങ്ങ അങ്ങനെ ഇടാറില്ല. അങ്ങനെ തേങ്ങയും ചിരകി ശർക്കരയും അവിലും വെച്ചേക്കുന്നതിനകത്തോട്ടിട്ട് ഞാൻ ഈ അവിൽ കുതുക്കുന്നതേ ചൂടുവെള്ളത്തിലാണ്. അപ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. കാര്യം നമുക്ക് മോള് കഴിക്കുമ്പോൾ അവൾക്ക് ആ ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ പൊന്നൂസിൻ്റെ അവിൽ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും കാപ്പിക്ക് തിളച്ചു. അങ്ങനെ കാപ്പിക്ക് വെള്ളം തിളച്ച് തേയിലയൊക്കെ ഇട്ട്, ഇവിടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം കട്ടൻ ചായ. പൊതുവേ ഈ മഴ സമയത്ത് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഒരു രുചിയുള്ളതും കട്ടൻ ചായ തന്നെയാണ്. അങ്ങനെ കട്ടൻ ചായ നല്ല വൃത്തിയായിട്ട് അവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് വെച്ചതിന് അവിലോട്ട് ഇച്ചിരി ചൂടുവെള്ളം, ഇത്